എടാ, ഈ റീൽ ഇനി സ്ക്രോൾ ചെയ്യാതെ കാണുവാണെങ്കിൽ നീ വലിയൊരു അപകടത്തിന് രക്ഷപ്പെടും. ഇനി സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നിനക്ക് സ്ക്രോൾ ചെയ്ത് പോവാം. എന്താ പറയാൻ പോകുന്നത് വെച്ചാല്, എടാ, നമ്മൾ സാധാരണ പൊതുവെ നമ്മുടെ കൂട്ടുകാരായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ പരസ്പരം നമ്മുടെ കൂട്ടുകാരെ കളിയാക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാവും. പൊതുവേ നിസ്സാരമായിട്ട് കാണുന്ന ഒരു സാധനമാണ് കളിയാക്കൽ. ചിലപ്പോൾ അവന് ഒരു കുഴപ്പം ഉണ്ടാവില്ല, നമ്മൾ കളിയാക്കുന്നതിന് അവന് വലിയ ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ കളിയാക്കുന്ന സമയത്ത് തന്നെ മനസ്സ് വേദനിക്കുന്നുണ്ടാവും. അവന് നമ്മൾ കളിയാക്കുന്നതിന് കുഴപ്പമില്ലെങ്കിലും നമ്മൾ കളിയാക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടാവും. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ഒരു മുഅ്മിന്റെ മനസ്സ് നോവിച്ചാൽ ഒരിക്കലും വെറുതെ വിടില്ല എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കണം. കാരണം ഒരു മുഅ്മിനിന്റെ മനസ്സ് നോവിക്കുകയാണെങ്കിൽ കഅബ പൊളിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പഠിപ്പിച്ചത്. കഅബ ഷരീഫ് പൊളിക്കാൻ പോയ അസ്ഹാബുൽ ഫീൽ, ആനപ്പടയാളികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച സംഭവം ഖുർആനിൽ പറയുന്നുണ്ട്. നീ അപ്പം അതിനകത്ത് ചിന്തിക്കാനുള്ള ഒരു കാര്യമുണ്ട്. കഅബ പൊളിക്കാൻ യാത്രയെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ നീ മനസ്സിലാക്കണം, എന്ത് ഒരു മുഅ്മിനിന്റെ മനസ്സ് നോവിക്കൽ വലിയ അത്ര നിസ്സാര കാര്യമാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അല്ലാഹ് ഒരിക്കലും വെറുതെ വിടൂല. അള്ളായിട്ടുള്ള ഏത് ഇടപാടും അല്ലാഹ് വെറുതെ വിടും. പക്ഷെ മനുഷ്യനായിട്ടുള്ള ഇടപാടുകൾ അവന്റെ മനസ്സ് നോവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹ് ഒരിക്കലും അവനെ വെറുതെ വിടൂല. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ഒന്ന് ഗൗരവത്തോടെ നിങ്ങൾ എടുക്കണം. മാത്രമല്ല, ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കണം. ഈ അറിവ് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവരും ഇതിൽ നിന്ന് സൂക്ഷിക്കണം ഇൻഷാ അല്ലാഹ്.